ദ മോഡി ക്വസ്റ്റ്യൻ എന്ന BBC ഡോക്യുമെൻ്ററി ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടതും തുടർന്നുണ്ടായ രാഷ്ട്രീയ വിവാദവും നിയമപോരാട്ടവും വൈരനിര്യാതന ബുദ്ധി എന്ന് സംശയിക്കാവുന്ന തരത്തിൽ BBC ഡൽഹി ഓഫീസിലുണ്ടായ ED റെയ്ഡും ഇന്ത്യക്ക് പുതുമയായിരുന്നു. ലോകം ശ്രദ്ധിച്ചു അത്. പക്ഷേ കാൻ ചലച്ചിത്രമേളയിൽ അൺസർട്ടൺ റിഗാർഡ്സ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട പോലീസ് പ്രൊസീജിയറൽ ക്രൈം ഡ്രാമ സന്തോഷിന് സെൻസർ ബോർഡ് അനുമതി നിഷേധിച്ചത് സിനിമാ ലോകത്തെ ഞെട്ടിച്ചു. നോർത്ത് ഇന്ത്യയിലെ പോലീസ് ക്രൈം പശ്ചാത്തലമാക്കിയ സിനിമ ബ്രിട്ടൻ ഓസ്കാറിന് നോമിനേറ്റ് ചെയ്ത കാൻ മേളയിൽ വൻ കയ്യടി നേടിയ ചിത്രം. ഷബാന ഗോസ്വാമി മുഖ്യവേഷം ചെയ്ത സന്തോഷ്. ആയിരത്തി 1980 മുതൽ 90 വരെ പഞ്ചാബിൽ നടന്ന പോലീസ് അതിക്രമങ്ങളും കസ്റ്റഡി കൊലകളുമാണ് മറ്റൊരു സിനിമയായ പഞ്ചാബ് 95-ൻ്റെ പ്രമേയം. ഇത് പുറത്തു കൊണ്ടുവന്ന ജസ്വന്ത് സിംഗ് ഖൽറ എന്ന ആക്ടിവിസ്റ്റിൻ്റെ അനുഭവം അവതരിപ്പിച്ചു സിനിമ. പോലീസ് കസ്റ്റഡിയിൽ ഖൽറയും പിന്നീട് കൊല്ലപ്പെട്ടുവെന്നാണ് ആരോപണം. ഹണീത് ത്രഹാൻ സംവിധാനം ചെയ്ത സിനിമ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടു. അമൻദീപ് സന്ധു എഴുതിയ പഞ്ചാബ് ജേണീസ് ത്രൂ ഫോൾട്ട് ലെൻസ് എന്ന പുസ്തകം ആധാരമാക്കിയാണ് ഈ സിനിമ വന്നത്. 2022 മുതൽ സെൻസർ ബോർഡ് ഈ സിനിമയെ ഇല്ലാതാക്കാൻ നോക്കി. ആദ്യം 21 കട്ടുകൾ, പിന്നീട് 127 കട്ടുകൾ. ടൊറന്റോ ചലച്ചിത്രമേളയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം അവിടെയും പ്രദർശിപ്പിക്കപ്പെട്ടില്ല. ഇങ്ങനെയെങ്കിൽ ഡയറക്റ്റഡ് ബൈ സെൻസർ ബോർഡ് എന്ന് വെച്ച് റിലീസ് ചെയ്യൂ എന്ന് പറഞ്ഞ് സംവിധായകൻ സെൻസർ ബോർഡിനോട് ഇടഞ്ഞു. വിദേശ റിലീസ് പ്രഖ്യാപിച്ചിട്ടും കടുത്ത സമ്മർദ്ദമുണ്ടായി നിർമ്മാതാവിന്. അതും നടന്നില്ല. നായകനും പ്രമുഖ ഗായകനുമായ ദിൽജിത്ത് ദോസാഞ്ചിനെതിരെ സൈബർ ആക്രമണം ഉണ്ടായി. മറ്റൊന്ന് ഉഡ്താ പഞ്ചാബ് എന്ന ഹിറ്റ് സിനിമ. അതിൻ്റെ സഹസംവിധായകനായിരുന്നു പഞ്ചാബ് 95-ൻ്റെ ഹണീത് ത്രഹാൻ. രാജീവ് രവി ഛായാഗ്രഹണവും അഭിഷേക് ചൗബെ സംവിധാനവും ചെയ്ത ഈ ചിത്രത്തിന് നേരിടേണ്ടി വന്നത് 94 കട്ടുകൾ. എമ്പുരാനടക്കം ഡസൻ കണക്കിന് ചിത്രങ്ങൾ സെൻസർ ബോർഡ് ഓരോ വർഷവും കത്രികയ്ക്ക് ഇരയാക്കുന്നു.